എന്തുകൊണ്ടാണ് എന്നെ ഈ പ്രകാശനത്തിന് തിരഞ്ഞെടുത്തത് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ കഥകളുണ്ട്, ഒരുപാട് കഥകൾ. നിരീക്ഷണം കൊണ്ട്, ഭാഷ കൊണ്ടും അദ്ദേഹം ആ കഥകളെ സംഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിത് വായിച്ചു പോകും. ബാങ്കിങ് അറിയുന്നവരും അറിയാത്തവരും ഇത് വായിച്ചു പോകും. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, കാവ്യപുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ. ജീവിതം ഒരു കാവ്യപുസ്തകം പോലെയാണ്, അതിൽ കണക്കിന് സ്ഥാനമില്ല. ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കാവ്യപുസ്തകത്തെ മറന്ന് കണക്ക് പുസ്തകവുമായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് പലപ്പോഴും അന്തസംഘർഷങ്ങളാണ് നിത്യേന ലഭിക്കുന്നത്. എന്തുമാത്രം സമ്മർദ്ദങ്ങളോടുകൂടിയാണ് ചിരിച്ച മുഖവുമായി ഒരു ബാങ്കിൽ ഇത്രയേറെ ജീവനക്കാർ ഇരിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ബാബുരാജിൻ്റെ ബാങ്കിങ് സഞ്ചാരം. അത് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് അറിയില്ല. നമ്മൾ നമ്മുടെ വേവലാതികളുമായിട്ടായിരിക്കാം ബാങ്കിലേക്ക് ചെല്ലുന്നത്. നമുക്ക് കിട്ടേണ്ടുന്ന വായ്പ, നമുക്ക് കിട്ടേണ്ടുന്ന സ്വർണ്ണക്കടം, ഇതൊക്കെയായിട്ടായിരിക്കും നമ്മളവിടെ ചെല്ലുക. പക്ഷെ അവിടെ ചിരിച്ചുകൊണ്ട് നമ്മളെ വരവേൽക്കുന്ന ഉദ്യോഗസ്ഥർ, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന അതിതീവ്രമായ സംഘർഷത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. ആ സംഘർഷത്തിനിടയിൽ പലപ്പോഴും പിഴവുകൾ പറ്റാം. മനുഷ്യരാണ്. പിഴവുകൾ ബോധപൂർവം വരുത്താൻ മനുഷ്യരാണ്. കാരണം നമ്മൾ ഒറ്റയാളല്ല, ഒരു മനുഷ്യനോ ഒറ്റയാളല്ല. ഒരു മനുഷ്യനകത്ത് ഒരുപാട് ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ ഒറ്റയാളാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കകത്ത് നീചനായ ഒരാളുണ്ട്, നമുക്കകത്ത് സൽസ്വഭാവിയായ ഒരാളുണ്ട്, കാരുണ്യമുള്ള ഒരാളുണ്ട്, കലാപകാരിയുണ്ട്, വിപ്ലവകാരിയുണ്ട്, പ്രണയിയുണ്ട്, അസൂയാലുണ്ട്, കടുത്ത ആത്മസംഘർഷം അനുഭവിക്കുന്ന ആളുണ്ട്, ആത്മനിന്ദ അനുഭവിക്കുന്ന ആളുണ്ട്. എത്രയോ ആളുകൾ വസിക്കുന്ന ഒരു ശരീരമാണ് ഒരു മനുഷ്യൻ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. അങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ പല സമ്മർദ്ദങ്ങൾക്കും ഒരു ലഘൂകരണം കിട്ടും. പക്ഷെ നമ്മളങ്ങനെ ആലോചിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ പൊട്ടിത്തെറിക്കും, നമ്മൾ എളുപ്പത്തിൽ കരയും, നമ്മൾ എളുപ്പത്തിൽ ചിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന ഒരു മനുഷ്യനെയാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്നത്. ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും കലാകാരൻ എന്നുള്ള നിലയിലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലും എല്ലാവരും അഭിമുഖീകരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മുമ്പേ പഠിച്ചു പോയ ആളാണ്, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സഹകാരിയായ മനയത്തേത്രൻ. അദ്ദേഹം എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ കോളേജ് മാഗസിനിൽ പിന്നീട് ഞാൻ തപ്പിപ്പിടിച്ച് വായിച്ചു. പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ സഹകാരിയുടെ മേഖലയിലേക്ക് പോയി. ഒരു എഴുത്തുകാരനെ നശിപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം അയാളെ ഒരു ബാങ്ക് ജീവനക്കാരനാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ടാണ് ബാബുരാജ് റിട്ടയർമെന്റിന് ശേഷം എഴുതി തുടങ്ങിയത്. എഴുത്തുകാരായ വളരെ ആളുകളെ മാത്രമേ ഞാൻ ഈ ബാങ്കിങ് മേഖലയിൽ കണ്ടിട്ടുള്ളൂ. വലിയ എഴുത്തുകാരുണ്ട് നമുക്ക് ബാങ്കിങ് മേഖലയിൽ. വലിയൊരു കേരളത്തിലെ മലയാളത്തിലെ വലിയ പ്രമുഖനായ എഴുത്തുകാരൻ സേതു, അദ്ദേഹം ബാങ്കിങ് മേഖലയിൽ നിന്ന് വലിയ ഉദ്യോഗ പദവിയിൽ നിന്ന് വിരമിച്ച് വന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അത് വളരെ സൗമ്യമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ വഴിക്ക് വെച്ച് ഈ ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോയ വിആർഎസ് ഇറങ്ങിപ്പോയ എത്രയോ കലാകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം സമ്മർദ്ദമാണ് അവരനുഭവിച്ചത്. ഇത് രണ്ടും, ഈ ജീവിത പുസ്തകവും ഈ കണക്ക് പുസ്തകവും തമ്മിൽ യോജിക്കില്ല.
ഒരുപാട് കൗതുകം നൽകുന്ന കഥകൾ ആളുകളുടെ പേര് മാറ്റിയിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു. ബാബുരാജ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിഴവുകൾ പറ്റിപ്പോയവർ, മനഃപൂർവ്വം കാപട്യം കാണിച്ചവർ, ചതിച്ചവർ, സ്വന്തം സഹജീവികളെ, സഹപ്രവർത്തകരെ വഞ്ചിച്ചവർ, ഇതെല്ലാം പണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ലോക്കറിലെ സ്വർണത്തിന് വേണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള എന്തുമാത്രം അനുഭവങ്ങളാണ് ഈ മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും പേരുകളുണ്ട്, എല്ലാ കഥാപാത്രങ്ങൾക്കും, എല്ലാ കഥയിൽ വരുന്ന എല്ലാ മനുഷ്യർക്കും പേരുകളുണ്ട്. ആ പേരൊന്നും യഥാർത്ഥ പേരുകളായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ബാങ്കിങ് മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന വ്യാകുലതകൾ എന്തുമാത്രം ദാരുണമാണ് എന്ന് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും പ്രയോജനപ്പെടുന്നു ബാബുരാജിൻ്റെ ഈ പുസ്തകം. ചിലപ്പോൾ ഞാനൊക്കെ ഒരു കഥയെഴുത്തുകാരൻ എന്ന നിലയിൽ വളരെ കൗതുകത്തോടു കൂടി ചില സംഭവങ്ങളൊക്കെ നോക്കിക്കാണാറുണ്ട്. അതിലൊന്ന് ഈ ചേരാമ്പ്രയിലെ ബാങ്ക് കവർച്ചയാണ്. അതിനെക്കുറിച്ച് ബാബുരാജ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ വലിയ കൗതുകമാണ് നൽകിയത്. ഇങ്ങനെയും കവരാൻ പറ്റുമോ എന്നുള്ളൊരു കൗതുകമാണ് നൽകിയത്. ഒരു 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക്, താഴത്തെ നിലയിലെ ഒഴിഞ്ഞ കെട്ടിടം, അത് വാടകയ്ക്കെടുക്കുന്ന ഒരു സംഘം, അവിടെ എന്തോ ഹോട്ടൽ നടത്താനോ മറ്റൊന്ന് നടത്താനായിട്ട് അവരത് വാടകയ്ക്കെടുക്കണം. അത് വാടകയ്ക്കെടുത്തിട്ട് അവിടെ പണി തുടങ്ങുന്നു. ഈ മുകളിലുള്ള ടെറസ് തുറക്കുന്നു, ബാങ്കിലേക്ക് കയറുന്നു, ലോക്കറിലേക്ക് കയറുന്നു, എല്ലാം എടുത്ത് കൊണ്ടുപോകും. കേരളത്തെ കുലുക്കിയ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള കവർച്ച ആണ് അത്. പക്ഷെ അതിനെന്താ നമുക്കൊരു കൗതുകമുള്ളത് വായിക്കുന്നു. ആർക്കും ജീവഹാനിയൊന്നുമില്ല, ആരെയും കൊന്നിട്ടൊന്നുമില്ല, അവർ കൊണ്ടുപോയി. പക്ഷെ എത്ര മനുഷ്യരാണ് പിന്നെ അതിൻ്റെ വേവലാതി അനുഭവിക്കുന്നത്. ഒരു 2 കള്ളന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമക്ക് സ്ക്രിപ്റ്റ് എഴുതിയപ്പം ഞാനിത് ഉപയോഗിച്ചു, ചേരാമ്പ്ര ബാങ്ക്. ഇന്ന് വീണ്ടും ഈ പുസ്തകം വായിക്കുമ്പോൾ ആ കവർച്ചയുടെ കഥ പറയുമ്പോൾ, ആ സിനിമ വന്നിട്ടില്ല, സിനിമ വരാൻ പോകുന്നത്, ആ കവർച്ചയുടെ കഥ വായിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കൗതുകം തോന്നുകയാണ്. കൗതുകം തോന്നുന്നത് അതിലെ പ്രതികളൊക്കെ പിടിക്കപ്പെട്ടു. പക്ഷെ അതിലേക്ക് നയിച്ച ആ അന്വേഷണത്തിൻ്റെയൊക്കെ വലിയ നിഗൂഢതകളും അതിൻ്റെ ഒരുപാട് ഉദാരതകളും അതിൻ്റെ ധീരതകളൊക്കെ നമ്മെ വല്ലാതെ വശീകരിക്കും. അത്തരത്തിലുള്ള കഥകളാണ് ബാബുരാജ് ഈ പുസ്തകത്തിൻ്റെ പാതിഭാഗം തൊട്ട് പറഞ്ഞു തുടങ്ങുന്നത്. മറ്റൊന്ന് ബാങ്കിങ്ങിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ. അദ്ദേഹം ഇത്രയും കാലത്തെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒരു സുഹൃത്തിനോടെന്ന പോലെ നമ്മളോട് പറയുക. അത് ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. പുതിയ കാലത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ ഈ മേഖലയിലേക്ക് വരാൻ വൈമുഖ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അതെനിക്കൊരു പുതിയ അറിവാണ്. ബാങ്കിങ് മേഖലയിലേക്ക് വരാൻ ആളുകൾ മടിക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ കുട്ടികൾ മടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, ബാങ്കിങ് മേഖലയിലേക്ക് പോകാനും അങ്ങനെ ഔത്സുക്യം കാണിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഈ സമ്മർദ്ദം കൊണ്ടാണ്. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം തുറന്നിടുന്നു. വിദൂരത്തിലേക്കൊക്കെ സ്ഥലം മാറ്റി വലിയ പദവിയിലിരുത്തി വീണ്ടും വീണ്ടും സമ്മർദ്ദം ഏറ്റിക്കൊടുക്കുക എന്നുള്ള നിലപാടും മേലധികാരികൾ എടുക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ വരിക? രാവിലെ അത് 10 മണി തൊട്ടോ വൈകുന്നേരം 5 മണി വരെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു മരവിച്ച മനസ്സുമായിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഈ കുടുംബത്തിൻ്റെ ഹൃദ്യമായ സംഗീതം അനുഭവിക്കാൻ പറ്റാത്ത ഈ ബാങ്ക് ജീവനക്കാരുടെ ധൈര്യം, അതാണ് ഈ പുസ്തകത്തിൻ്റെ സ്വരൂപം. ഇങ്ങനെയൊരു പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിക്കുക. ഈ മേഖലയിൽ ഇങ്ങനെയൊരു അന്വേഷണവും നിരീക്ഷണവും ആരും നടത്തിയിട്ടില്ല. ബാബുരാജ് അത് വളരെ സമർത്ഥമായി ശ്രദ്ധേയമായി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
ഇനിയുള്ള ജീവിതത്തിൽ ധാരാളം കഥകൾ തുറവിയെടുക്കട്ടെ. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോവൽ തന്നെ ബാങ്കിനെ ആസ്പദമാക്കി എഴുതാവുന്നതാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ പുസ്തകം നമുക്ക് തരുന്നു. അതുകൊണ്ട് ധീരമായി എഴുതൂ എന്ന് ഞാൻ എൻ്റെ ഈ സുഹൃത്തിനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നന്ദി സുധീഷ്.